ഭക്തജനങ്ങളെ, മാനവസ്നേഹത്തിന്റെ മഹനീയ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ വീണ്ടുമൊരിക്കൽ കൂടി പെരിങ്കളിയാട്ടം അരങ്ങേറുമ്പോൾ പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന നാളിൽ അരങ്ങിലെത്തുന്ന വിശ്വമോഹിനിയായ പരാശക്തി അർദ്ധനാരീശ്വരിയായ ശ്രീ പടക്കത്തി ഭഗവതിയുടെയും അഭീഷ്ടവരപ്രദയായ ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി തീർക്കാനുള്ള കൗങ്ങുകൾ പൂർവാചാരവിധി പ്രകാരം മുറിച്ചെടുത്ത് പുലിയന്നൂരിൽ നിന്നും ആരംഭിച്ച യാത്രയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇതുവഴി കടന്നുവരുന്നത്. പെരിങ്കളിയാട്ടങ്ങൾ ദൈവീകമായ ഒത്തുചേരൽ എന്നതിലുപരി അനിവാര്യമായ ഐക്യപ്പെടൽ കൂടിയാണ്. അത് കേവലം ജാതീയമായ ഐക്യം മാത്രമല്ല, മനുഷ്യ സാഹോദര്യത്തിന്റെയും വിശുദ്ധ വിശ്വാസത്തിന്റെയും കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സാംസ്കാരികമായ ഏകത്വത്തിന്റെയും സമഭാവനയുടെയും പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. കേവല മാനുഷികതയ്ക്കപ്പുറം ദൈവീകമായ സ്നേഹവിളംബരമാണ് ഓരോ പെരിങ്കളിയാട്ടവും ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വ്യക്തിയല്ല, കൂട്ടായ്മയാണ് എല്ലാ നന്മകൾക്കു പിന്നിലെയും അജയ്യ ശക്തി എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. പങ്കെടുക്കുന്ന 10,000-ങ്ങൾക്കും ഏക മനസ്സാണെന്നതാണ് പ്രാധാന്യമർഹിക്കുന്നത്. അത്തരം ഏകാത്മകമായ ധാർമ്മിക മനസ്സുകളാണ് എക്കാലവും സാമൂഹിക പരിണാമത്തിന് നിദാനമായിട്ടുള്ളത്. അന്ധകാരം നിറഞ്ഞു കവിയുന്ന കേവലം ആൾക്കൂട്ടങ്ങളുടെ നെട്ടോട്ടത്തിൽ വിശ്വാസത്തിന്റെ നൂലിൽ കോർത്തെടുക്കുന്ന സാമൂഹിക ഐക്യത്തെ ദൈവീകമായ ചിന്താധാരയിലൂടെ അടിവരയിടപ്പെടുന്നു എന്നതാണ് പെരിങ്കളിയാട്ടങ്ങളുടെ സാമൂഹ്യ പ്രസക്തി. രാമവില്യം കഴകത്തിലെ പെരുമയാർന്ന പെരിങ്കളിയാട്ടത്തിന്റെ സമാപന നാളിൽ അരങ്ങിലെത്തുന്ന തമ്പുരാട്ടിമാരുടെ തിരുമുടി തീർക്കാനുള്ള കൗമുമായി പുലിയന്നൂരിൽ നിന്നും ആരംഭിച്ച യാത്ര ഇതാ ഭൂമി സ്പർശമേൽക്കാതെ പൂഗവൃക്ഷങ്ങൾ ചുമലേറ്റിയ ബാല്യക്കാർ ഇതുവഴി കടന്നു വരികയാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് വെളിച്ചപ്പാടന്മാരും കൂട്ടുവായ്ക്കാരും മറ്റ് സ്ഥാനീകരും കുറിത്തട്ടും കൈവിളക്കുമായിതാ ജന്മാശാരിയും ജന്മക്കണിശനും 300ഓളം ബാല്യക്കാരുമിതാ ഈ വഴിത്താരയിലൂടെ ശ്രീരാമവില്യം കഴകത്തിന്റെ തിരുവരങ്ങ് ലക്ഷ്യമാക്കി കാൽനടയായി കടന്നു വരികയാണ്. ആദിപരാശക്തി വേദാന്തവാരിധി അമൃത കലാവതി നീയേ കുടജാത